കേരളം ഇനി സ്വർഗമാകും. ഇടതുമുന്നണിയും വലതുമുന്നണിയും തങ്ങളുടെ മാന്ത്രിക വടികൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇത് വെറും പ്രകടന പത്രികയല്ല, ഇത് ലോട്ടറി ടിക്കറ്റാണ്. അതെ, കേരളം ഇപ്പോൾ ഒരു പുസ്തക പ്രകാശനശാലയായി മാറിയിരിക്കുകയാണ്. സാഹിത്യ അക്കാദമി അവാർഡൊന്നുമല്ല, നമ്മുടെ മുന്നണികൾ തമ്മിലുള്ള ആര് കൂടുതൽ തള്ളും എന്ന മത്സരത്തിനാണ് തുടക്കമായിരിക്കുന്നത്. രണ്ട് മുന്നണികളും അവരുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ജനങ്ങളെ സ്വപ്നലോകത്ത് എത്തിക്കാൻ മത്സരിക്കുന്ന ഈ പത്രികാ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ക്യാപ്റ്റന്റെ പടയോട്ടം. മുഖ്യമന്ത്രി പുറത്തിറക്കിയത് വെറുമൊരു പുസ്തകമല്ല, രണ്ട് വമ്പൻ പുസ്തകങ്ങളാണ്. ഒരെണ്ണം കൊണ്ട് തീരില്ല ഈ സ്വപ്നങ്ങൾ. ഇതോടൊപ്പം 60 ഇനം പരിപാടികളാണ് മുഖ്യൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാഗ്ദാനം 1, പെൻഷൻ 3000 രൂപയാക്കും എന്നാണ് മുഖ്യന്റെ വമ്പൻ പ്രഖ്യാപനം. വാഗ്ദാനം 2, കേരളത്തിൽ പഠിച്ച എല്ലാവർക്കും ജോലി, ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി കൊടുക്കുമെന്ന്. ഇനി കോളേജുകളിൽ പഠിപ്പിനേക്കാൾ കൂടുതൽ പ്ലേസ്മെന്റ് മേളകളായിരിക്കും. മറ്റൊരു ടെസ്റ്റ് എന്തെന്നാൽ ആട് ഗ്രാമം, പോത്ത് ഗ്രാമം, മുയൽ ഗ്രാമം എന്നൊക്കെ കേട്ടിട്ട് സംഗതി നാളെ മുതൽ കേരളം ഒരു വലിയ സുവോളജിക്കൽ പാർക്കാകാൻ പോവുകയാണെന്ന് തോന്നുന്നു. പോരാത്തതിന് പേവിഷബാധ മാറ്റാൻ പ്രത്യേക പ്ലാൻ വേറെ. ഇനി മറുവശത്തുള്ള പ്രതിപക്ഷത്തിന്റെ കാര്യം നോക്കാം. UDF വരുന്നത് വെറും കൈയോടെ അല്ല, ഇന്ദിരാ ഗ്യാരണ്ടിയുമായാണ്. UDF വന്നാൽ എല്ലാം ഫ്രീ എന്നാണ് ലൈൻ. വാഗ്ദാനം 1, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. നിലവിൽ KSRTC ഓടാൻ ഡീസൽ വേണോ അതോ വാഗ്ദാനം മതിയോ എന്ന് കണ്ടറിയണം. വാഗ്ദാനം 2, കോളേജ് പിള്ളേർക്ക് മാസം 1000 രൂപ പോക്കറ്റ് മണി. പരീക്ഷ ജയിച്ചാലും തോറ്റാലും ഈ പൈസ കിട്ടുമെങ്കിൽ പിള്ളേർ പിന്നെ കോളേജ് വിട്ട് ഇറങ്ങില്ലല്ലോ പ്രിയരെ. ഇനി സസ്പെൻസ് എന്തെന്ന് വെച്ചാൽ റബ്ബർ വില 300 രൂപയാക്കും. 150 നിൽക്കുമ്പോൾ 300 പറയുമ്പോൾ ഒരു സുഖമുണ്ട്. പോരാത്തതിന് സമാധാനത്തിന് ഒരു പ്രത്യേക വകുപ്പും. നാട്ടിൽ അടി നടക്കുമ്പോൾ ഈ വകുപ്പ് ഇരുന്ന് ഓം ശാന്തി ചൊല്ലുമായിരിക്കും. എന്തായാലും രണ്ടു കൂട്ടരും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 3000 പറഞ്ഞാൽ മറ്റൊരാൾ 3500 പറയുമെന്ന് കരുതിയെങ്കിലും രണ്ടുപേരും ഒരേ സംഖ്യയിൽ ഉറച്ചു നിന്നു. അക്കാര്യത്തിലെങ്കിലും ഇക്കൂട്ടർക്ക് ഐക്യമുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ LDF വന്ന് ജോലി തരും, UDF വന്ന് വണ്ടിക്കൂലി തരും, ബാക്കി നമ്മൾ സ്വയം നോക്കണം. LDFന്റെ പത്രിക വായിച്ചാൽ നമുക്ക് നാളെ തന്നെ ഐൻസ്റ്റീനെ തോൽപ്പിക്കുന്ന ഗവേഷകരാകാം, പോത്തിനെ വളർത്തി കോടീശ്വരന്മാരാകാം. UDFന്റെ പത്രിക വായിച്ചാൽ നാളെ രാവിലെ മുതൽ KSRTCയിൽ ഫ്രീ ആയി കറങ്ങി നടക്കാം, പോക്കറ്റിൽ 1000 രൂപയുമായി കോളേജിൽ പോകാം. ഇതിനൊക്കെയുള്ള വക എവിടുന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ അത് നേതാക്കൾക്കും അറിയില്ല, ജനങ്ങൾക്കും അറിയില്ല. നിലവിൽ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്ന ആരോപണം മാത്രം മിച്ചം.